ഹാഡിയസ് വെൽക്കം ബാക്ക് ടു ആകെ നെക്സ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം GR സാർ ആണ്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ടോപ്പിക് വന്നു മോള് കാണാൻ ഏതാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെ. പണ്ടത്തെ PYQ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാത്ത ഒരാളായിരുന്നു എന്ത് ഈ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞൊരു ഭാഗം അല്ലെ. പക്ഷെ നമ്മുടെ സിലബസ് അല്ലെ, സിലബസ് എന്നല്ല നമ്മളെ പാറ്റേൺ കുറച്ചുകൂടി NCERT ലെവലിലേക്ക് വരികയാണ്. സോ ആ സമയത്ത് ഇനി പൊങ്ങി വരാൻ പോകുന്ന ഒരാൾ തന്നെയാണ് ഏത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സോ നിങ്ങൾ മാറ്റി വെക്കണ്ട, പഠിച്ചോ. സോ ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം അല്ലെ. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? ദാ ഇവിടെ കൊടുത്തു. എന്താണ്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ടു മൂവ് എ ബോഡി ഓഫ് മാസ് m ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അല്ലെ. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് m മാസുള്ള ഒരു ബോഡിയെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത് അല്ലെ. സോ അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചോദിക്കാറ്. സോ അതെങ്ങനെ ഡിറൈവ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. സോ അതിനു വേണ്ടി സാറിത ഇവിടെ എന്തെടുക്കുകയാണ്? ഒരു പ്ലാനറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ പ്ലാനറ്റിൽ ഇൻഫിനിറ്റിയിൽ ഞാൻ ആരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു m മാസുള്ള ബോഡിയെ ഞാൻ പ്ലേസ് ചെയ്തു. ഇയാൾ എനിക്ക് എങ്ങോട്ട് കൊണ്ടുവരണം അറിയോ? നമ്മുടെ ഈ പ്ലാനറ്റിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? അതാ ഇതൊരു r ഡിസ്റ്റൻസ് അല്ലെ. r ഡിസ്റ്റൻസ് അകലെയായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതെന്ന് നിങ്ങൾ വിചാരിച്ചോ. എത്ര ഡിസ്റ്റൻസ് ആണ്? r ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിനെ ഞാൻ P എന്ന് വിളിക്കുകയാണ്. സോ ഈ മാസിന് എനിക്ക് എന്ത് ചെയ്യണം? ദാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ വിളിക്കുക. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ നമ്മൾ എത്ര വർക്ക് ചെയ്തു നമുക്ക് നോക്കണം. നിങ്ങൾക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ. ഞാൻ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ പ്ലാനറ്റിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഓക്കെ, ബോഡിയുടെ മാസ് സ്മോൾ m ആണെങ്കിൽ മറ്റേത് ക്യാപിറ്റൽ M ആണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ എടുത്തതല്ലേ. സോ അതേപോലെ നമ്മൾ ഇവിടെ എടുക്കുകയാണ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എന്താണ് ആ വർക്കിന്റെ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F ഇൻറ്റു x അല്ലേ. സോ നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, മൊത്തം വർക്ക് നമ്മൾ കണ്ടുപിടിക്കൂല. ആദ്യം നമ്മൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് dx എടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഞാൻ dw കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെയെങ്കിൽ dw ഈക്വൽ നമുക്ക് എന്ത് പറയാം? F ഇൻറ്റു dx എന്ന് പറയാലോ. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അവിടെ കൊടുക്കുകയാണ്. എന്താണ് വരിക? gmm ബൈ x ആണ് ഡിസ്റ്റൻസ്. സോ x സ്ക്വയർ ഇൻറ്റു നമുക്ക് എന്ത് പറയാം? dx എന്ന് പറയാം. റെഡി ആണല്ലോ. ആൻഡ് ചെറിയ വർക്ക് നമ്മൾ കിട്ടിയേ. ചെറിയ വർക്ക് കിട്ടിയാൽ അതിനെ ടോട്ടൽ ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യാറ്? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ dw ആണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്ക് അല്ലേ. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്ക് ഉണ്ടാകുന്ന വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മുടെ dw ഇക്വേഷൻ? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r. dw എന്ന് പറഞ്ഞാൽ എന്താണ്? gmm ബൈ x സ്ക്വയർ ഇൻറ്റു എന്ത് പറയാം? dx എന്ന് പറയാം. റെഡി അല്ലേ? ആൻഡ് നമുക്ക് ഇവിടെ കോൺസ്റ്റന്റിന് ആവശ്യമില്ലല്ലോ. കോൺസ്റ്റന്റ് പിടിച്ച് പുറത്താക്കുമല്ലോ. ഇവിടെ ആരൊക്കെയാണ് കോൺസ്റ്റന്റ്? g കോൺസ്റ്റന്റ് അല്ലേ, m കോൺസ്റ്റന്റ് അല്ലേ. ഞാൻ എടുക്കുന്ന ബോഡിയെ ഞാൻ ഇവിടെ മാറ്റുന്നുണ്ടോ? അതുകൊണ്ട് സ്മോൾ m കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്ത് വരും? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r 1 ബൈ x സ്ക്വയർ. താഴെയാണ് x സ്ക്വയറിൽ. അയാൾ മുകളിലേക്ക് എന്തായിട്ട് മാറാം? നമുക്ക് x റേസ് ടു -2 dx എന്ന് പറയാം. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? എന്താണ് ഇന്റഗ്രേഷൻ ജനറൽ ഫോർമുല? x ഇന്റഗ്രൽ x റേസ് ടു n dx എന്ന് പറഞ്ഞാൽ x റേസ് ടു n+1 ബൈ n+1 ആണ്. ഇത് എന്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ, ഇവിടെയല്ല എവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ബേസിക് ഇക്വേഷൻ ആണ്, പഠിച്ചു വെച്ചുകൂടാ. റെഡി അല്ലേ? അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ വർക്ക് ഡൺ W ഈക്വൽ ടു അല്ലെ gmm പുറത്തുണ്ട്. ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാ. x റേസ് ടു -2 ഇന്റഗ്രേഷൻ എന്താ? x റേസ് ടു -2 + 1 ബൈ -2 + 1. -2 + 1 എന്ന് പറഞ്ഞാൽ -1 അല്ലേ. സോ x റേസ് ടു -1 ബൈ -1. ആ താഴെയുള്ള -1 താഴെ 1 ആണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് മാറ്റൊന്നും വരാനുള്ള മൈനസ് നമുക്ക് ആദ്യം റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ലിമിറ്റ് കൊടുക്കാൻ മറക്കരുത്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഇൻഫിനിറ്റി മുതൽ ആറിലേക്കാണ്. സോ ഞാൻ ഇയാളൊന്ന് മാറ്റി ഇടാൻ പോവാണ്. ആ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. സോ -gmm ഇൻറ്റു x റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 ബൈ x അല്ലേ. സോ 1 ബൈ x അല്ലേ. 1 ബൈ x എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഇൻഫിനിറ്റി ടു ആറിലേക്കാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എന്താ അപ്ലൈ ചെയ്യാം? ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? സോ ടോട്ടൽ വർക്ക് W ഈക്വൽ ടു gmm. വെറും gmm അല്ല, -gmm പുറത്തുണ്ട്. ലിമിറ്റ് എന്ത് ചെയ്യാം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ആണ്. എക്സിന്റെ പൊസിഷനിലേക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക.
മൈനസ് എക്സിന്റെ പൊസിഷനിലേക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ നമുക്ക് എന്ത് വരും അവിടെ? എക്സിന്റെ പൊസിഷനിലേക്ക് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്, മൈനസ് എക്സിന്റെ പൊസിഷൻ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, 1/∞ എന്താണ്? 0 ആണ്. ബാക്കി നമുക്ക് എന്ത് വരും? W = -GMM by into 1/r ആണ്. സോ നമുക്ക് അതിനെ ബൈ ആർ എഴുതാലോ, എഴുതാം. ആൻഡ് ഈ വർക്കിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. യു എന്ന് പറഞ്ഞ സിംബലൈസേഷൻ ആണ് കൊടുക്കുക. സോ യു = എന്ത് വരും? -GMM by r എന്ന് വരും. ഇതായിരിക്കും നമ്മളുടെ എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരിക. യു = എന്താണ്? -GMM by r ആണ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? വീഡിയോ കണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് നിങ്ങളോട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ തകർത്ത് എഴുതിക്കൂള. റെഡി അല്ലേ? സോ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ടോപ്പിക്കുകളുമായിട്ട് വേറെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലെ ഡിഫറെന്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ?